അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇരുട്ട് വാക്ക് പിടിച്ച് എവിടെ പോകുന്നത്? നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം താജ്മഹലിലേക്കുള്ള യാത്രയാണ് കേട്ടോ. നമ്മളിവിടെ വണ്ടി പാർക്കിംഗ് ഉണ്ടായിരുന്നു. ബൈക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു ഈസ്റ്റേൺ ഗേറ്റിൻ്റെ അവിടെ വായിട്ട് നമ്മളവിടെ നിന്ന് ഈസ്റ്റേൺ ഗേറ്റിൻ്റെ അവിടെ വരാനായിട്ട് 3 കിലോമീറ്റർ ഉണ്ടായിരുന്നു. സ്റ്റേ ചെയ്യുന്നത് ഈസ്റ്റേൺ ഗേറ്റിൻ്റെ അവിടെ വന്നു. വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. രാവിലെ നേരം വെളുത്തിട്ടില്ല കേട്ടോ. അത് എത്ര മണി? 6 മണി കഴിഞ്ഞിട്ട് നേരം വെളുത്തിട്ടില്ല ഇവിടെ. പരിപാടി എന്ന് പറഞ്ഞിടാം. ഓക്കെ, നമ്മൾ താജ്മഹൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ നമ്മളെ ചിരകാല അഭിലാഷം അല്ലേ എവിടെ താജ്മഹലിൽ വന്നിട്ടുണ്ടേ. താജ്മഹലിൽ നിന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യുകയാണ്. ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്നൊന്ന് കാണാമെന്നുള്ള രീതിക്ക് പോവാണ് കേട്ടോ. രക്ഷയില്ലാത്ത വൈബ്. ലോകാത്ഭുതങ്ങളിലൊന്നല്ലേ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ലോകാത്ഭുതങ്ങളിലൊന്ന് എന്താ പറയല്ലേ. ഇത്ര നാളത്തെ ആഗ്രഹം എന്നറിയാമോ? എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ഒന്നും വായിക്കാത്ത വരുന്നില്ല. ഇത് കണ്ടപ്പോൾ തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മളൊരു ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. ഒരു ചേട്ടൻ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുത്തു തന്നു. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ളൊരു ഫോട്ടോ എടുക്കലായിരുന്നല്ലേ. അഫോർഡബിൾ റേഞ്ചായിരുന്നു. ആ നമ്പർ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം. നിങ്ങളാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി എടുത്തു തരും. ഇവിടെ പലതരം ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം പലതരം ആൾക്കാർ പലതരം റേറ്റാണ് മേടിക്കുന്നത്. ഓക്കെ, അതേപോലെ സീസൺ അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരികയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. വരുമ്പോഴത്തേക്ക് ഗൈഡ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും. വന്നിട്ട് നമ്മൾ ഗൈഡൊന്നും എടുത്തില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയറി കണ്ട് പോകാമെന്നുള്ളൊരു ഐഡിയ അല്ല. എങ്ങനെ നോക്കിയാലും പല ആംഗിളിൽ കൂടെ നോക്കുമ്പോഴും താജ്മഹലിൻ്റെ ഒരു അടിപൊളിയൊരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വൈബ്. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഇപ്പം നമ്മൾ താജ്മഹലിൻ്റെ അടുത്ത് ലക്ഷ്യം വെച്ച് നടക്കുകയാണ് കേട്ടോ. നമ്മൾ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് പുറത്തുനിന്ന് കാണണമെങ്കിൽ 50 രൂപയാണ്. മസോളിയവും കൂടെ മേളിൽ കയറി കാണുന്ന രീതിക്കാണെങ്കിൽ 250 രൂപയാണ്. നമ്മൾ 250 രൂപയുടെ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് അല്ലേ. നമ്മൾ താജ്മഹൽ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് പോവേണ്ട ചേട്ടോണെന്ന് തോന്നുന്നു. ലോകത്തുള്ള എല്ലാ ആൾക്കാരും താജ്മഹലിലുണ്ട്. അവരോടെങ്കിലും കൂടെ ഇവള് 6 മണിക്ക് വന്നിട്ടുള്ള തിരക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്ക്.
ഒരു 8 മണി തൊട്ടാണ് തണുപ്പ് കൂടുന്നത്. രാവിലെ തണുപ്പില്ലേ? സത്യം ചെറുതായിട്ടേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു നല്ല തണുപ്പുണ്ട് ഇവിടെ. നമുക്കുണ്ടല്ലോ കാലിലിടാനുള്ള കുന്തണ്ടൊക്കെ വേണമെന്ന് പറയണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വാങ്ങിയിട്ടുണ്ട്. കാലെന്തി കാലില് സംഭവമൊക്കെ ഇട്ടിട്ട് ചെരുപ്പിട്ടിട്ട് ചെരുപ്പിന്റെ മേളിലത് ഇടാം. വലിയ ചൈനത്തെ ചെരുപ്പ് ഇടാൻ പാടില്ല. പുണ്യമായൊരു സ്ഥലമല്ലേ, അതായിരിക്കും. പുണ്യമായിട്ടുള്ള സ്ഥലമല്ല, മാർബിളേ വേറെ ടയർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മള് മെയിൻ മൊസോളിയത്തിലോട്ട് പോകുക. എവിടെ? നമ്മൾ ഓൺലൈനാണ് കേട്ടോ ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് എടുക്കാൻ ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര ഈസിയാണ്. അവരുടെ ഇതിനകത്ത് തന്നെ പോയിട്ട് ഏതാ അവരുടെ വെബ്സൈറ്റിനകത്ത് പോയിട്ട് അതിനകത്തൊരു ലിങ്കുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറിയിട്ട് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഇവിടെ വന്ന് വെറുതെ ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. ഓൺലൈൻ എടുക്കാൻ ഭയങ്കര ഈസിയാണ്. നമ്മൾ മൊസോളിയത്തിൽ കയറിയിട്ടുണ്ട് കേട്ടോ. മെയിൻ മൊസോളി. എന്തുമാത്രം കൊത്തുപണികളാണ് ചെയ്ത് വെച്ചിരിക്കണല്ലേ. നോക്കി ആ തൂണി തന്നെ കംപ്ലീറ്റ് മാർബിള്. ഇത് കംപ്ലീറ്റ് മാർബിളാണെന്നുള്ളത്. ഇത് എവിടുത്തെ മാർബിളായിരിക്കും? രാജസ്ഥാൻ മാർബിളായിരിക്കും. ഇതാണ് മെയിൻ മൊസോളിയം കേട്ടോ. ഇതിനകത്താണ് ഷാജഹാനും മുംതാസും ഉള്ളത്. പക്ഷെ അതിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിറ്റഡ് അല്ല, കല്ലറയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിറ്റഡ് അല്ല. അപ്പോൾ നമ്മളകത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങി കേട്ടോ. ആ കളറ് കാണുന്നതെല്ലാം നമ്മുടെ ഇത് വെച്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇലകളും പൂക്കളൊക്കെ കൊണ്ട് കളറ് ജനറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നാച്ചുറലായിട്ടുള്ള കളേഴ്സാണ് ആ കളേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം മാർബിളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് കംപ്ലീറ്റ് നാച്ചുറലായിട്ടുള്ള കളേഴ്സാണ്. നമ്മൾ താജ്മഹൽ കണ്ടിറങ്ങി ഒരു നേച്ചർ വാക്കൊക്കെ നടത്താനായിട്ടാണ് നടക്കുകയാണ്. ഇത് നേച്ചർ വാക്ക് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. ഈ ഈസ്റ്റ് ഗേറ്റിലുള്ള നമ്മൾ ഈസ്റ്റ് ഗേറ്റ് വഴിയാണ് കയറി തിരിച്ചതുവഴി തന്നെ ഇറങ്ങുന്നത്. ഇത് നേച്ചർ വാക്കിൻ്റെ പരിപാടിയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? നമ്മളിങ്ങോട്ട് നടന്നു തന്നെ വന്നേ, തിരിച്ച് നടന്നു തന്നെ പോകണം.